പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മാലിനി. നമുക്കിന്നൊരു ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള എഗ് സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കാം. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് മുട്ട പുഴുങ്ങി മാറ്റി വയ്ക്കാം. മുട്ട പുഴുങ്ങുമ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ നമുക്ക് തോലൊക്കെ പെട്ടെന്ന് അടർത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ഒന്ന് ഇട്ട് വഴറ്റി വരുമ്പം അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സവാള നല്ല നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് കാരമലൈസ് ആവേണ്ട ആവശ്യമില്ല, നമുക്കിതൊന്ന് തളർന്നാൽ മതി. ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പൊട്ടറ്റോ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, ഒരു ചെറിയൊരു പൊട്ടറ്റോ. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇപ്പോൾ ക്യാരറ്റും ബീൻസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം, ഒന്നും പ്രശ്നമുള്ളതല്ല. കോളിഫ്ലവറൊക്കെ അതിൻ്റെ കൂടെ പോവും. ഇനി നമുക്കൊരു മുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ആദ്യത്തെ പാല് മാറ്റി വയ്ക്കാം, ഒരു ഗ്ലാസ്. പിന്നെ രണ്ടാം പാല് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിലിട്ടിട്ട് നമുക്ക് അതിൽ വേണം ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. കുറച്ച് കാഷ്യൂനട്ടും ഒരു 8-10 കാഷ്യൂനട്ടും ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം പൊട്ടറ്റോ നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മുട്ട, ഇനി ഇതൊന്നും തിളയ്ക്കാൻ പാടില്ല, ഇനി ഇതെല്ലാം പെട്ടെന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. മുട്ട ഒന്ന് വരഞ്ഞിട്ട് അതിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരപ്പും പിന്നെ ഫസ്റ്റ് പാല് ഞാൻ മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞില്ലേ, ഒന്നാം പാല്, അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം. ഉപ്പൊക്കെ ഇടുക, ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇടുക. ഇത് സൈഡിൽ നിന്ന് തള പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, നീളത്തിലരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇട്ടിട്ട് നന്നായി അടച്ചു വയ്ക്കാം. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കാം, എന്നിട്ട് വേണം നമുക്കത് ഉപയോഗിക്കാൻ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം പറയണം. താങ്ക്